സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2026 ജനുവരി 29 രാത്രി 11:30 ബാംഗ്ലൂരിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷൻ. പോലീസുകാരൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുമാത്രവുമല്ല, ചില പോലീസുകാർ ഡ്യൂട്ടിക്ക് വരുന്ന സമയമാണ്. അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇൻസ്പെക്ടറും അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആഡംബര കാറ് അവിടെ വന്ന് നിൽക്കുകയും 27 വയസ്സുള്ള അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അയാളുടെ അമ്മാവനായ 65 വയസ്സുള്ള ഗോപിനാഥിനും പുറത്തിറങ്ങുന്നത്. അതിനുശേഷം അവർ വെപ്രാളത്തോടു കൂടി പാറാവുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഇൻസ്പെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ അവരെ കൈകാട്ടി വിളിക്കുകയും നേരെ തൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴേ അക്ഷയ് അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. സാറിൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേ അയാൾ പറഞ്ഞു, നിങ്ങൾ കരയാതെ കാര്യം പറയണം മിസ്റ്റർ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അക്ഷയ് പറയാൻ തുടങ്ങി, സാർ ഞാൻ വരുന്നത് വിജയനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ കോട്ടൂർ എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നാണ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ടയർ കമ്പനിയുമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും കൂടിയിട്ട് 27 രാവിലെ ഇവിടെ ബാംഗ്ലൂരിലേക്ക് വന്നതാണ്. ജയദേവ ഹോസ്പിറ്റലിലേക്കാണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരെ വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, അവരുടെ കയ്യിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ക്യാഷായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ കാർഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സാർ എനിക്ക് ഭയം. അതായത് 4 ലക്ഷം രൂപ അവരുടെ ബാഗിലുണ്ടായിരുന്നു. ഇപ്പോൾ 3 പേരെയും കാണാനില്ല, യാതൊരു വിവരവുമില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് അവിടെ നിന്നും പുറപ്പെട്ടത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴാണ് അക്ഷയ് കാര്യങ്ങളെല്ലാം പറയുന്നത്. വിജയനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഭീമരാജ് എന്ന 55 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ 50 വയസ്സുള്ള ജയലക്ഷ്മിയും മകൾ 18 വയസ്സുകാരി അമൃതയും 3 പേരാണ് 27 രാവിലെ അവിടെ നിന്നും ബസ് കയറിയിട്ട് ബാംഗ്ലൂരിലേക്ക് വന്നത്. വൈകുന്നേരം ഇവിടെ എത്തി എന്ന് പറഞ്ഞ് അച്ഛൻ മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. 28 വിളിക്കാത്തത് കൊണ്ട് ഞാൻ അവരെ വിളിക്കുകയാണ്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരുടെ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി എനിക്കൊരു കോള് വരികയാണ്. സാർ, ഒരു അൺനോൺ നമ്പറിൽ നിന്നാണ് വന്നത്. അൺനോൺ നമ്പറിൽ നിന്നും വന്ന കോള് ഞാൻ എടുത്തപ്പോഴേ അത് സഹോദരിയുടെ കോളായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുമാത്രവുമല്ല ഞങ്ങളെ പുറത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയോ ഭയന്നതുപോലെ ഫോൺ കട്ടാക്കുകയും ചെയ്തു എന്നാണ് 27 വയസ്സുള്ള അക്ഷയ് പറയുന്നത്. ഏതായാലും അപ്പോൾ തന്നെ പോലീസുകാരെ എല്ലാവരെയും തിരിച്ചു വിളിക്കുകയും ഇന്നാരും പോകാൻ പാടില്ല, നമുക്ക് അർജന്റായിട്ടുള്ളൊരു പണിയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും സെറ്റായി നിർത്തുകയും പിന്നീട് മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് സംഘം നേരെ ജയദേവ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതിന് ശേഷം അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഇയാളോട് ഞങ്ങൾ പറഞ്ഞതാണ്, ഇയാളുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ ആരും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തതല്ലേ. പക്ഷേ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ പോലീസ് സംഘം അവിടെ വെച്ച് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ 3 പേരിലും ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. പിന്നീട് CCTV ചെക്ക് ചെയ്തപ്പോഴും മനസ്സിലായി. അതായത് CCTVയിൽ 27ഉം 28ഉം 29ഉം ഉള്ള ദൃശ്യങ്ങളുണ്ട്. അതിലൊന്നും ഇങ്ങനെ ഒരാൾ ഇല്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു. പിന്നീട് പോലീസ് സംഘം അവിടെ നിന്നും എല്ലാ പ്രൈവറ്റ് ആശുപത്രിയിലും അന്വേഷണം ആരംഭിക്കുകയാണ്. ബാംഗ്ലൂർ സിറ്റിയിലുള്ള സകല പ്രൈവറ്റ് ആശുപത്രിയിലും കയറിയെങ്കിലും അങ്ങനെ ഒരു പേരിൽ ആരും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പോലീസുകാർ 3:30 മണിയോട് കൂടിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ചായയൊക്കെ കുടിക്കുന്ന സമയത്താണ് അക്ഷയോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് പോയിട്ട് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കൂ, രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സൈബർ സെല്ലിൻ്റെ ടെലിഫോൺ നമ്പർ കൊടുത്തതിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് പ്രകാരം പറയുന്നത് ജയദേവ ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഒരു കാട് പിടിച്ച പ്രദേശത്ത് വെച്ചാണ് അവരുടെ മൊബൈല് അവസാനമായി സിഗ്നൽ കാണിച്ചത്. അവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നും മനസ്സിലാകുന്നു. പിന്നീട് പോലീസ് സംഘം അങ്ങോട്ട് നീങ്ങുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴും വിജനമായ ഒരു സ്ഥലമാണ്. അവിടെയൊന്നും ആരും വന്നതായിട്ടോ പോയതായിട്ടുള്ള ഒരു ലക്ഷണവുമില്ല. അതായത് അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ അവിടെയൊക്കെ പരിശോധന നടത്തി. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. ബാംഗ്ലൂർ സിറ്റി മുഴുവൻ അരിച്ചു പൊറുക്കിയിട്ടും ഇവരുടെ യാതൊരു
യാതൊരു പൊടി പോലുമില്ല. അതുമാത്രവുമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളെയും മറ്റുള്ളവരെയും എല്ലാവരെയും ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്നും ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴേ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 പേര് എവിടെ പോയി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ പറഞ്ഞത്, സാറേ അതിൻ്റെ അടിയിലുള്ള നമ്പർ ആ ഒരു പയ്യന്റെ നമ്പറാണ്, ആ നമ്പർ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അവസാനമായി അവൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇനി അവൻ തന്നെ അവൻ്റെ അച്ഛനെയും അമ്മയും അപായപ്പെടുത്തിയതാണെങ്കിലോ എന്നുള്ള അന്വേഷണവും ആരംഭിച്ചു. അവൻ തന്നെ അവൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അപായപ്പെടുത്തിയതിന് ശേഷം നാടകം കളിക്കുന്നതാണെങ്കിലോ എന്നുള്ള ഒരു സംശയമാണ് ആ പോലീസുകാരനുണ്ടായത്. ഏതായാലും ആ നമ്പറും കൂടി സൈബർ സെല്ലിന് കൊടുത്തിട്ട് അവർ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഈ ഭീംരാജിനെ കുറിച്ചും അതുപോലെ തന്നെ അയാളുടെ കുടുംബത്തെ പറ്റിയിട്ടുമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴേ അവിടുന്ന് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീംരാജ് എന്ന 55 വയസ്സുകാരൻ, 50 വയസ്സുള്ള ജയലക്ഷ്മി ഹൗസ് വൈഫാണ്, 18 വയസ്സുള്ള മകളും 27 വയസ്സുള്ള അക്ഷയും. അങ്ങനെ 2 മക്കളാണ് അവർക്ക്. വളരെ സന്തോഷകരമായ കുടുംബമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭീംരാജ് എന്ന് പറയുന്നയാള് കൈവച്ചതെല്ലാം പൊന്നാക്കി മാറ്റിയ ചരിത്രം മാത്രമേ ഉള്ളൂ. അയാൾ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് നല്ല പൈസ സമ്പാദിച്ചിട്ടുണ്ട്. ആദ്യം അവർ താമസിച്ചിരുന്നത് ചിത്രദുർഗയിലെ തോട്ടാങ്ഹള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അവിടെ ഇഷ്ടിക കളങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കോടികളാണ് ഇയാൾ സമ്പാദിച്ചത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം എല്ലാ ദിവസവും കളത്തിലിറങ്ങിയിട്ട് ജോലിക്കാരുടെ കൂടെ ജോലി ചെയ്യുമായിരുന്നു. മകന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം മകൻ വേറൊരു മേഖലയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴേ ഇദ്ദേഹം പറഞ്ഞു, നീ എന്നെ സഹായിച്ച് ഇവിടെ നിൽക്കണം, അതായത് നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേറെ എവിടെയും ജോലിക്ക് പോകണ്ട. പക്ഷെ മകൻ അത് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകൻ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കണം, അതുമാത്രമല്ല ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് മകന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മകൻ അത് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. അതുമാത്രവുമല്ല, മകനോട് അയാൾക്ക് അത്ര വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ മദ്യപിക്കും, അതുപോലെ കുറെ കൂട്ടുകാരുണ്ട്, അവരുടെ കൂടെ പോകും. അതുകൊണ്ട് മകനോട് പലപ്പോഴും ദേഷ്യത്തോടു കൂടി തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ ചിത്രദുർഗയിലെ സ്ഥലവും വീടും കാര്യങ്ങളെല്ലാം 20 കോടിയോളം രൂപയ്ക്ക് വിൽക്കുകയും അവിടെ നിന്നും വിജയനഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും, നല്ലൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വാങ്ങിക്കാം. പിന്നീട് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് തന്നെ ഒരു ടയർ കമ്പനി തുടങ്ങുകയാണ്. ആ ടയർ കമ്പനിയിൽ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചത് മകനെ തന്നെയാണ്. അതായത് നീ തന്നെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നതിനിടയിലാണ് ഈ ഒരു കേസുമായിട്ട് മകൻ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അയൽവാസികളോടും പിന്നെ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോഴേ പോലീസിന് കിട്ടിയതാണ്. ആ വിവരങ്ങളും എല്ലാം ഈ ബാംഗ്ലൂർ പോലീസിന് കൈമാറുന്നു. പിറ്റേ ദിവസം 8 മണിയോട് കൂടിയിട്ട് സൈബർ സെല്ലിന് വിളി വരികയാണ്. അതായത് വീണ്ടും ഒരു ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മൊബൈൽ ഫോണും സഞ്ചരിക്കുന്ന അതേ വഴിയിൽ ഈ ഒരു അക്ഷയ് എന്ന് പറയുന്ന 27-കാരനായ മകൻ്റെ മൊബൈലും ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുന്ന ജയദേവ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ആ ഒരു വിജനമായ സ്ഥലത്തും മകൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ 8:30 മണിയോട് കൂടിയിട്ട് അമ്മാവനും അക്ഷയും കൂടി വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, സാറേ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് ഒരു പോലീസുകാരൻ പറഞ്ഞത്, നിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ടു കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴിങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോഴേ ഇയാള് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചൊരു അദൃശ്യത്തോട് കൂടിയിട്ട് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള തരത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസുകാരുടെ ഒരു ഡ്രാമയാണ്. ഇവൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു നാടകം കളിച്ചതാണെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ അക്ഷയനെയും കൂട്ടിയിട്ട് ഒരു പോലീസുകാരൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ എത്തി ചോദ്യം ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി. പിന്നീട് അക്ഷയ് അവിടെ ഇരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് അക്ഷയ് സംഭവിച്ചത്? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞപ്പോൾ അക്ഷയ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ എൻ്റെ സഹോദരിയെയും അതുപോലെ അച്ഛനെയും അമ്മയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയൊരു വ്യക്തിയാണ്. ഇതെന്താ എന്നെ തന്നെയാണോ നിങ്ങൾക്ക് സംശയം എന്ന് ചോദിക്കുന്നു. സംശയമല്ല അക്ഷയ്, നീ തന്നെയാണ് ചെയ്തത് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതെന്താണ് കാരണം, എവിടെയാണ് ചെയ്തത്, ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടോ, ഇത് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി എന്നാണ് അക്ഷയോട് പോലീസുകാർ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അക്ഷയ് ശരിക്കും പറഞ്ഞാൽ തളർന്നിരുന്നു പോയി. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി സാറേ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ കാലിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ കാലിൽ അങ്ങ് വീഴുകയും ചെയ്തു. ഏതായാലും നിന്റെ തെറ്റൊക്കെ നമ്മൾ നോക്കിത്തരാം, നീ
നടന്ന കാര്യം എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അക്ഷയ് പറയുന്നത് അവർ 3 പേരും ജീവിച്ചിരിപ്പില്ല. 26-ാം തീയതി, അതായത് 2026 ജനുവരി 26-ാം തീയതി തന്നെ അവരെ 3 പേരെയും കൊലപ്പെടുത്തുകയും അതിനടുത്ത് തന്നെയുള്ള ഒരു കാട് പിടിച്ച പ്രദേശത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാണ് അക്ഷയ് പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ വീണ്ടും അക്ഷയെ ചോദ്യം ചെയ്യുകയാണ്, നീ എന്തിനാണ് ഇത് ചെയ്തത്? അപ്പോഴാണ് അക്ഷയ് പറഞ്ഞത്, ചെറുപ്പം മുതലേ അച്ഛനും അമ്മയ്ക്കും എന്നോട് ഇഷ്ടമില്ല, അതുമാത്രവുമല്ല ഇതിനിടയിൽ വീട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സഹോദരി 3 മാസം ഗർഭിണിയാണ്. ആരാണ് ഉത്തരവാദി ആരാണ് എന്നൊന്നും അവൾ പറയുന്നില്ല. അതോടുകൂടിയിട്ട് വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും അച്ഛനും അമ്മയും സഹോദരിക്ക് കൂട്ടായിട്ടാണ് നിൽക്കുന്നത്. അതായത് അവൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതിനിടയിൽ സഹോദരിയുടെ വിവാഹത്തിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പഠനത്തിനും വേണ്ടിയിട്ട് 1 കോടി രൂപയോളമാണ് സഹോദരിയുടെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എനിക്കൊരു 50 ലക്ഷം തരാൻ പറഞ്ഞിട്ട് പോലും എൻ്റെ പിതാവ് തന്നിട്ടില്ല. ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും പൊട്ടിക്കരയുന്നു. നിന്റെ കരച്ചൽ നാടകമൊന്നും വേണ്ട. നീ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ സഹോദരിയെ മാത്രം കൊലപ്പെടുത്തിയാൽ പോരെ? എന്തിനാണ് അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോഴേ സഹോദരിയെ മാത്രം കൊലപ്പെടുത്താൻ തന്നെയാണ് ഇയാൾ തീരുമാനിച്ചത്. അങ്ങനെ 2026 ജനുവരി 26-ാം തീയതി ടയർ കമ്പനിയിലെല്ലാം ലീവാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളൊന്നും അടുത്തൊന്നുമില്ല. എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് തൊഴിലാളി സാന്നിധ്യമൊക്കെ ഉണ്ടാകും. അന്നത്തെ ദിവസം തൊഴിലാളികളോ ആരുമില്ല. അമ്മ മാത്രമേ ഇപ്പോഴും വീട്ടിലുള്ളൂ. സഹോദരിയാണെങ്കിൽ ഉച്ചയ്ക്ക് പുറത്തു പോയിരിക്കുകയാണ്, അച്ഛനും പുറത്തു പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരിയെ മാത്രം കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വരും. അച്ഛനെയും അമ്മയെയും വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ അകത്താകും. അതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. 3 പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടും. പിന്നീട് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, തനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ അമ്മയെ അടുത്ത് വിളിച്ച് തന്ത്രപരമായിട്ട് അമ്മയെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തലക്കടിച്ച് വീഴ്ത്തുകയാണ്. പിന്നീട് അവിടെയുള്ള രക്തക്കറകളെല്ലാം തുടച്ചു കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹം അവിടെ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു. 4 മണിയോട് കൂടിയിട്ടാണ് അമൃത അവിടെ എത്തുന്നത്. അമൃതയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് തലക്കടിച്ച് വീഴ്ത്തുകയാണ്. അമൃതയുടെ മൃതദേഹവും അവിടെ ഒളിപ്പിച്ചതിന് ശേഷം അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ്. 7:30 മണിക്കാണ് അച്ഛൻ വന്നത്. അച്ഛൻ വന്നപ്പോൾ തന്നെ ഭാര്യയെ വിളിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ TV ഓൺ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളെയും കൊലപ്പെടുത്തിയത്. രാത്രി 12 മണിയോട് കൂടിയിട്ട് പുറത്തു പോകുന്നു. പുറത്തു പോയിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്, പിക്കാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം അടുത്ത ഒരു കാട് പിടിച്ച പറമ്പിൽ പോയി കുഴിയുണ്ടാക്കിയിട്ട് പുലർച്ചെ 4 മണിയോടുകൂടി എല്ലാ മൃതദേഹവും അവിടെ മറവ് ചെയ്തു എന്നാണ് അക്ഷയ് പറഞ്ഞത്. ഇത് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ വിജയപുര പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ബന്ദ് ചെയ്യാൻ പറയുകയാണ്. ഒരാളെയും അങ്ങോട്ട് അടുപ്പിക്കരുത്. പോലീസ് സംഘം പോയിട്ട് ആ സ്ഥലം മുഴുവൻ സീൽ ചെയ്യുകയാണ്. അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും അതിശയത്തോടു കൂടി നോക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീംരാജ് എന്ന് പറയുന്ന അതുപോലെ ജയലക്ഷ്മിയുടെയും ബന്ധുക്കളും ഉണ്ട്. അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതായത് എന്താണ് പോലീസിന് അറിയേണ്ടത് എന്താണ്. പക്ഷേ പോലീസുകാർ ഒന്നും പറയുന്നുമില്ല. 300 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്നും അവിടെ എത്തണമെങ്കിൽ. അതിനുള്ള സമയവും ഉണ്ട്. കാരണം 5-6 മണിക്കൂർ സമയം വേണം. അങ്ങനെ പ്രതിയുമായിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർ പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ എത്തിയതിന് ശേഷം ഇയാൾ പറയുന്ന സ്ഥലത്തൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെയൊക്കെ കുഴിച്ചിട്ടും മൃതദേഹം മാത്രം കിട്ടുന്നില്ല. മൃതദേഹം എവിടെ പോയി? വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോഴാണ് അക്ഷയ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, അതായത് ഞാൻ ഇവിടെ തന്നെയാണ് കുഴിച്ചു മൂടിയത് എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. പിന്നീട് അയാളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തുന്നു. പക്ഷേ മൃതദേഹം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അങ്ങനെ പോലീസ് വീണ്ടും കുറച്ചുകൂടി തീവ്രതയോട് കൂടിയിട്ട് അക്ഷയിനെ ചോദ്യം ചെയ്യുകയാണ്. അത് 2 കൊടുത്തപ്പോഴേ അക്ഷയ് പറഞ്ഞു, അതായത് ഞാൻ കുഴിച്ചു മൂടിയത് വീടിൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ്. പോലീസ് അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോഴേ അവിടെ ടൈലൊക്കെ ഇളക്കിയ നിലയിലുണ്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ പണി അറിയാത്ത ഒരാൾ ചെയ്തതുപോലെ അക്ഷയ് തന്നെയാണ് അത് ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലായി. പഴയ ടൈലൊക്കെ മാറ്റിയിട്ട് പുതിയ ടൈല് വെച്ചിരിക്കും.
കുഴിച്ചിരിക്കുന്നു. അങ്ങനെ പോലീസ് അവിടെ വെച്ച് ടൈലൊക്കെ പൊട്ടിച്ച് പിന്നീട് അവിടെ കുഴിച്ചപ്പോഴേ 3 മൃതദേഹവും വീട്ടിനകത്ത് നിന്നും കിട്ടുകയാണ്. 3 മൃതദേഹവും നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ്. അതായത് അമൃത ഗർഭിണിയല്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം പോലീസിന് മനസ്സിലാവുകയാണ്. വീണ്ടും അക്ഷയിനെ ചോദ്യം ചെയ്തു. അതായത് നീ എന്തിനാണ് നുണ പറഞ്ഞത്, എന്തിനാണ് ഗർഭിണിയായ സഹോദരിയാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അക്ഷയ് പറയുന്നത്, അതായത് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വത്തും കാര്യങ്ങളൊന്നും തരില്ല എന്ന് പലപ്പോഴും അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം സഹോദരിയുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ പെരുമാറിയത് എന്ന് പറയുകയും, അതുമാത്രവുമല്ല ഇതിനുള്ള പ്രചോദനം എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ, ആ ദൃശ്യത്തിൽ ജോർജ് കുട്ടി ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് അവിടെ മൃതദേഹം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിന്നീട് നിർബന്ധിക്കില്ല, അതുപോലെ തന്നെ കുറച്ച് ഭ്രാന്തായിട്ട് അഭിനയിച്ചാൽ മതി എന്നൊക്കെ ഇദ്ദേഹം അങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് തന്ത്രപരമായിട്ട് പൊളിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏതായാലും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും മറ്റ് കാര്യങ്ങളും കൂടി അറിയാൻ കഴിഞ്ഞു. അതായത് കൂടെ വന്ന അമ്മാവിന് ഇതിൽ കൃത്യമായിട്ട് പങ്കുണ്ട് എന്നും ഈ സ്വത്തിൽ നിന്നും കുറച്ച് പൈസ അമ്മാവിന് കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ടുമുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴേ അമ്മാവിനും അതുപോലെ തന്നെ മരുമോനും ജയിലിലാണ്. എനിക്ക് കേസും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ എടുക്കും. ഏതായാലും ആ കേസിന്റെ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ തരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും മറ്റൊരു സംഭവം നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതും ദൃശ്യം മോഡൽ തന്നെയാണ്. വീട്ടിൻ്റെ അകത്താണ് ഇതുപോലെ തന്നെ ഒരു സ്ത്രീയെ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.